പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉസ്താദേ ഹാജത്ത് നിസ്കാരം എങ്ങനെയാണ്? ഹാജത്ത് നിസ്കാരം, ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മുറാദുകൾ കൽവിലുണ്ട്, ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടാൻ എങ്ങനെയാണ് ഹാജത്ത് നിസ്കരിക്കുക? പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹാജത്ത് നിസ്കാരത്തെ പറ്റി. ഒന്ന് പറഞ്ഞു തരുമോ? എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്, നിസ്കാര ശേഷം എന്താണ് ചെയ്യേണ്ടത്, എന്ത് ദുആയാണ് പറയേണ്ടത്, തുടങ്ങിയിട്ട് ഒട്ടനവധി സംശയങ്ങൾ. നിസ്കാരത്തിനിടയിൽ വല്ലതും ചൊല്ലണോ, അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ എങ്ങനെയാണ് ഹാജത്ത് നിസ്കരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ ഹാജത്ത് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ഒരു മഹത്തായ ദുആ കൂടെ. ഈ ദുആ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ട് ഈ ദുആ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തും നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളി, ഇൻഷാ അല്ലാഹ് അത് ശരവേഗത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ച എന്ന മഹത്തായ ഒരു ദുആ കൂടെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ കേൾക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ, നമ്മുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരട്ടെ. സങ്കടങ്ങൾക്ക് അള്ളാഹു അറുതി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഖൽബിലെ നല്ല നല്ല മുറാദുകൾ, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരല്ലേ. കടബാധ്യതർ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ ശാരീരിക പ്രയാസങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ, എത്ര പ്രയാസങ്ങൾ. റബ്ബേ, കമന്റ് ബോക്സ് നോക്കുമ്പോൾ പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത് എത്ര വലുതാണ് എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലേ? എത്രയോ മുഅ്മിനീങ്ങൾ എത്രയോ പ്രാവശ്യം പല ആവശ്യങ്ങളും പറഞ്ഞിട്ട് ഉസ്താദേ ദ്വാരക്കണേ, നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. യജമാനനായ റബ്ബേ, സൃഷ്ടാവായ അള്ളാഹ്, റബ്ബേ, ആ മുഅ്മിനീങ്ങൾക്കൊക്കെ നീ ഖൈർ നൽകണേ അള്ളാഹ്. അവരുടെ ഖൽബിന്റെ നല്ല നല്ല മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ്. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ സഹോദരനെയും സഹോദരിയെയും നീ പാഴാക്കല്ല അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നിസ്കാരം കൊണ്ട് റബ്ബിലേക്ക് തിരിയുക, അല്ലേ? നിസ്കാരം മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു വലിയ മാർഗമാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ വലിയൊരു മാർഗമായിട്ട് നബി തങ്ങൾ പഠിപ്പിച്ച ഖുർആൻ തന്നതുപോലെ, അദ്കാറുകളെ തന്നതുപോലെ, അസ്മാഉൽ ഹുസ്ന പോലെ, ഇതുപോലെ നമുക്ക് നിസ്കാരം കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹാജത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, ഹാജത്ത് നിസ്കാരം ഒപ്പം നിസ്കരിക്കണം, ഹാജത്ത് നിസ്കാരത്തിന് ശേഷം എന്താണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഹാജത്ത് നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്തായ നിസ്കാരം നിസ്കരിക്കാം. ഇതിന് നിയ്യത്ത് വെക്കണം, അതിലാണ് വ്യത്യാസമുള്ളൂ. അല്ല ഇപ്പൊ 2 റക്അത്ത് നമ്മൾ എന്ത് ചെയ്തു, സുന്നത്ത് നിസ്കരിച്ചു. ആ സുന്നത്ത് നിസ്കാരം ഇപ്പോൾ പള്ളിയിലേക്ക് ഇപ്പോൾ ഒരാൾ വന്ന് കയറി, അയാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ തഹയ്യത്തിന്റെ നിസ്കാരം എന്ന് പറയും, ഇല്ലേ? അതുപോലെ തന്നെ ലുഹാന്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചു, ലുഹാന്റെ നിസ്കാരം. ഇഷ്റാഖിന്റെ സമയത്ത് നിസ്കരിച്ചു, ഇഷ്റാഖ് നിസ്കാരം, അല്ലെ അവ്വാബിൻ നിസ്കാരം. ഇതുപോലെ തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കാരം. സ്വലാത്തുൽ ഹാജത്തിന് പ്രത്യേക സമയമൊന്നുമില്ല, ബാക്കി എല്ലാത്തിനും ഇങ്ങനെ സമയം പറഞ്ഞു. അതായത് പള്ളിയിലേക്ക് കയറിയുമ്പോഴാണ് തഹയ്യത്തിന്റെ സമയമാകുക. ലുഹാന്റെ സമയം നമുക്കറിയാം, ലുഹറിന് മുമ്പുള്ള, സൂര്യൻ ഉദിച്ചതിന് ശേഷം ലുഹറിന് മുമ്പുള്ള സമയം. അതുപോലെ അവ്വാബിന്റെ സമയം മഗ്രിബിന് ശേഷമാണ് മഹാന്മാർ പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ വിത്തറിന്റെ സമയം ഇഷാഇന് ശേഷമാണ്. തഹജ്ജുദിന്റെ സമയം ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സുബഹിക്ക് മുമ്പാണ്. ഇങ്ങനെ തുടങ്ങി സുന്നത്തുകൾക്കൊക്കെ സമയം പറഞ്ഞിട്ടുണ്ട്. ഹാജത്ത് നിസ്കാരമാകുന്ന സുന്നത്തിന് പ്രത്യേക സമയം ഇല്ല, അല്ലേ? ഹാജത്ത് നിസ്കാരത്തിന് പ്രത്യേക സമയമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. ഹാജത്ത് നിസ്കാരം ഏത് സമയത്ത് നമുക്ക് നിസ്കരിക്കാം. ഇപ്പോൾ ലുഹറിനാണ് ഒരാൾക്ക് തോന്നി എനിക്ക് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കണം, അപ്പം നിസ്കരിക്കാം. അല്ലെ മഗ്രിബ് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്, ഇഷാ കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. ഏറ്റവും നല്ലത് എപ്പോഴാണെന്നറിയോ? ഏറ്റവും നല്ലത് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ആ സമയം തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. കാരണം ദുആഇന് ഇജാബത്തുള്ള സമയം പോലെ, അങ്ങനത്തെ ഒരു സമയം പോലെ വേറൊരു സമയമില്ല. ആ ഒരു സമയം ദുആഇനേറെ ഇജാബത്തുള്ള സമയം. അപ്പോൾ നമ്മൾ ഹാജത്ത് നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കാര്യം പൂർത്തിയാകാനല്ലേ. അപ്പോൾ ഹാജത്ത് നിസ്കാരത്തിന് പ്രത്യേകം ഒരു സമയമില്ലാത്തത് കൊണ്ട് തിരഞ്ഞെടുക്കാൻ ഏറ്റവും നല്ല സമയം തഹജ്ജുദിന് നമ്മൾ എഴുന്നേക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പം ഈ മാസം നമ്മൾ എന്തായാലും എഴുന്നേക്കും നേരത്തെ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റിയൊരു സമയം കൂടിയാണ്. ഇനി എത്ര റക്അത്ത് ഉസ്താദ് നിസ്കരിക്കണം ഹാജത്ത്? ഹാജത്ത് നിസ്കാരം നമുക്ക് എത്ര റക്അത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്താണ്. 2 റക്അത്ത് നമ്മൾ സാധാരണ സുന്നത്ത് പോലെ തന്നെ 2 റക്അത്ത് ചുരുങ്ങിയത് നിസ്കരിക്കുമ്പോൾ സ്വലാത്തുൽ ഹാജത്ത് എന്ന സുന്നത്ത്, സ്വലാത്തുൽ ഹാജത്തിന്റെ, അതായത് ഹാജത്ത് നിസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക്, മലയാളത്തിൽ പറഞ്ഞാൽ മതി, ഹാജത്ത് നിസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? കൈ കെട്ടാം. കൈ കെട്ടിയതിനു ശേഷം വജ്ജഹത്തു ഓതുക.
നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പൂർണ്ണമായി നിസ്കരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്. വജ്ജ് ചിലപ്പോൾ എന്ത് ചെയ്യും, സുന്നത്തല്ലേന്ന് എഴുതിയിട്ട് അടിച്ചങ്ങോട്ട് വിടും. കൈ കെട്ടിയ ഉടനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നീ ഫാത്തിഹ അങ്ങോട്ട് തുടങ്ങും. അതിന് മുമ്പ് എന്ത് ചെയ്യണം, വജ്ജഹത്ത് ഓതണം. കാരണം നമ്മൾ ഈ റബ്ബിനോട് ഒരു കാര്യം ചോദിക്കാൻ പോകണല്ലോ, നമ്മളൊരു ആവശ്യം പറയാൻ പോകണല്ലോ. അപ്പോൾ ആ പറയുന്നതിന് മുമ്പ് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കാഴ്ചവെക്കുന്ന നമ്മളൊരു സമ്മാനമാണ്, ഒരു ഹദിയയാണ്, അല്ലെങ്കിൽ ഒരു തുഹ്ഫയാണ് എന്ത്, ഈ നിസ്കാരം. അപ്പോൾ ആ നിസ്കാരം കൊള്ളൂല എങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് എന്ത് ഗുണമുള്ള. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം വജ്ജഹത്തു കൃത്യമായി ഓതുക. വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. എന്താ ഇത് പറയുന്നതെന്നറിയോ? നമ്മൾ ഈ വജ്ജഹത്തു വജ്ഹിയ, റബ്ബെ നിന്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കുന്നത്, നിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് സമ്മതിക്കുകയാണ് നമ്മൾ അള്ളാഹിനോട്. അപ്പൊ റബ്ബിന് എത്ര ഇഷ്ടം ഉണ്ടാവും അത് കേൾക്കുമ്പോൾ. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ, റബ്ബെ ഞാൻ മുസ്ലിമായിട്ട് നിന്നെ വഴിപ്പെടുന്നവനായിട്ട്, നിനക്കെതിരെ പ്രവർത്തിക്കുന്നവനൊന്നും അല്ല അല്ലാഹ്. അതുപോലെ തന്നെ ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല അല്ലാഹ്. ഞാൻ എൻ്റെ നിസ്കാരങ്ങൾ ഇന്ന സ്വലാത്തി വനുസുക്കി മഹ്യായ മമാത്തി, എൻ്റെ നിസ്കാരങ്ങളും നോമ്പുകളും അതുപോലെ മറ്റു സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്യുന്ന എൻ്റെ ജീവിതവും മരണവും ഒക്കെ റബ്ബേ ലില്ലാഹ്, നിനക്കാണ് റബ്ബെ. വാന മിനൽ മുസ്ലിം, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണല്ലോ, നിന്നെ അനുസരിക്കുന്നവരിൽ പെട്ടവനാണ് റബ്ബെ, നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ചൊല്ലിയതിന് ശേഷം അഊദു ഓതുക. അതിനുശേഷം ഫാത്തിഹ ഓതുക. ബിസ്മി ഓതിയിട്ട് ഫാത്തിഹ ഓതുക, ആമീൻ പറഞ്ഞു. ശേഷം എന്ത് ചെയ്യുക, ഒരു സൂറത്ത് ഓതുക. ഒരു സൂറത്ത് ഏറ്റവും നല്ലത് മഹാന്മാർ പഠിപ്പിച്ചു തന്ന സൂറത്ത് കുല്യ അയ്യുഹൽ കാഫിറൂനും കുൽഹു അല്ലാഹു അഹദ് സൂറത്താണ്. ആദ്യത്തെ റക്അത്തിൽ കുല്യ അൽ കാഫിറൂൻ സൂറത്ത് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ കുൽഹു അല്ലാഹു അഹദ് സൂറത്ത് ഓതുക. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഇനി വലിയ സൂറത്ത് ഒരാൾക്ക് ഓതാ അറിയാം, വലിയ സൂറത്ത് അറിയാം, എന്നാൽ വലിയ സൂറത്ത് ഓതിക്കോളി, കുറച്ചുകൂടെ നേരം നിന്ന് നിസ്കരിക്കാമല്ലോ. വലിയ സുഹൃത്ത് അറിയാമെങ്കിൽ, ഈ വലിയ സുഹൃത്തൊന്നും അറിയില്ല, ചെറിയ സുഹൃത്തെ അറിയുള്ളൂ. കുല്യാൽ കാഫിറും സുഹൃത്ത് അധികം ആളുകൾക്ക് അറിയാലോ. ആ സുഹൃത്ത് ആദ്യം ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റുക്കൂ ചെയ്യുക. റുക്കൂ ചെയ്യുമ്പോൾ റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, അത് കൃത്യമായി പറയുക. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. ചില റിപ്പോർട്ടിലൊക്കെ കാണാം സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നുകൂടെ പറയൽ നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമായി തീരുമെന്ന്. സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, ഇതുകൂടെ പറയൽ സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചായി കാണാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇഅ്തിദാൽ ചെയ്തു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ശേഷം റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു. ഇത് ദുആ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഓതുന്ന ദുആ തന്നെയാണ്. ഇത് അറിയുന്നവർ മുഴുവൻ ചൊല്ലുക. ഇനി അത് അറിയില്ല ഒരാൾക്ക്, എന്നാൽ ഓക്കെ, റബ്ബനാ ലക്കൽ ഹംദു അത്ര അറിയൂ, അത്രയെങ്കിലും പറയാം. റബ്ബനാ ലക്കൽ ഹംദു, റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, അതാണ് അതിന്റെ അർത്ഥം. റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, റബ്ബനാ ലക്കൽ ഹംദു. ഇതിന് ശേഷം നമ്മൾ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ല, അത് മൂന്നാണ് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്, അതുകൂടെ എന്ത് ചെയ്യുക, 3 തവണ പറയാം. അപ്പം ഈ ദിക്റുകളൊക്കെ എത്ര അധികരിപ്പിച്ചാലും, ഒറ്റയാക്കിയിട്ട് എത്ര അധികരിപ്പിച്ചാലും നമുക്ക് ഗുണമാണ് കേട്ടോ. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 5, 7, 9 നമുക്ക് എത്രയാണോ ഒറ്റ സംഖ്യയായിട്ട് എന്ത് ചെയ്യുക, അധികരിപ്പിക്കുക. എത്ര വേണമെങ്കിലും അധികരിപ്പിക്കാം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് മാക്സിമം കൂടുതൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിനാണല്ലേ വാഴ്ത്തുന്നത്, റബ്ബിന് ഏറെ ഇഷ്ടമാണ്, അള്ളാഹുവിന് വലിയ മഹബത്താണ്. ശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നു, അഊദ് ഓതുക, ബിസ്മി ഓതി ഫാത്തിഹ ഓതിയതിനു ശേഷം ഖുൽ ഹു അല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, രണ്ടാമത്തെ റക്അത്തും പൂർത്തിയാക്കുക. അത്തഹിയ്യാത്ത് മുഴുവനായിട്ട് ഓതുക. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു തുടങ്ങി അതിനുശേഷം നബിതങ്ങളുടെ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ നിസ്കാരത്തിൽ മുഴുവനായി ചൊല്ലുന്നത് പോലെ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക, മസീഹ് ദജ്ജാൽ വരെ ചൊല്ലിയതിന് ശേഷം സലാം വിട്ടാൻ പാടുള്ളൂ. അപ്പം ചിലർ ചോദിക്കും, ഉസ്താദ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ, മദർസയിൽ അന്ന് പോയി പഠിക്കാൻ കഴിഞ്ഞില്ല, അപ്പം ഞങ്ങൾ സാധാരണ അത് ചൊല്ലൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, അറിയുന്ന ഏതെങ്കിലും ഒരു ദിക്ർ അതിനിടയിൽ ചൊല്ലിയാൽ മതി. ഇനി അതും അറിയില്ലെങ്കിൽ മിണ്ടാതെ നിൽക്കാം. ആ സമയത്ത് കുറച്ച് സമയം എന്ത് ചെയ്യുക, നിസ്കാരത്തിന്റെ ഏറ്റവും മുഖ്യമായ പങ്ക് എന്നുള്ളത് നിസ്കാരത്തിൽ അടങ്ങി താമസിക്കുക. അതായത് ഖുശൂഅോടുകൂടി, ഭയഭക്തിയോടുകൂടി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക. ഓതൽ നിർബന്ധമുള്ളത് ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതണം, അത് പഠിച്ചു വെക്കണം, സൂറത്തുൽ ഫാത്തിഹ കേട്ടോ. രണ്ടാമത്തെ എന്ത് ചെയ്യുക, തക്ബീർ ചൊല്ലാൻ അറിയാം, അല്ലാഹു അക്ബർ, അത് നമുക്കറിയാലോ. അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്തും സ്വലാത്തും മാത്രം നിർബന്ധമുള്ളൂ. അത്തഹിയാത്തുൽ മുബാറക്കാത്ത് അത് മുഴുവനായിട്ട് പഠിക്കണം, അത് എന്തായാലും പഠിച്ചിരിക്കണം. നമസ്കാരം എന്ത് ചെയ്യണം, നമുക്ക് സ്വഹിയാണെങ്കിൽ. അതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അവസാനത്തെ റക്അത്തിൽ ഇത് രണ്ടും നിർബന്ധമുള്ളൂ. ബാക്കിയുള്ള ദുആയും അതിനിടയിലുള്ള ദിക്റുകളും ഒക്കെ അതൊക്കെ സുന്നത്തായി നബിതങ്ങൾ പഠിപ്പിച്ചെന്നാണ്. അതൊക്കെ പഠിക്കണം കേട്ടോ, പഠിക്കണ്ട എന്നല്ല. ഇനി ഒരാൾക്ക് അതൊന്നും ചൊല്ലാൻ അറിയില്ല എങ്കിൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും സംഭവിക്കൂല.
ഇൻഷാ അല്ലാ. നിസ്കാരത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെടുമെന്നല്ലാതെ നിസ്കാരത്തിന് ബാത്തുലാവുകയോ ഫസാദാവുകയോ ചെയ്യൂല ഇൻഷാ അല്ലാ. അപ്പൊ അത് പൂർണ്ണമായി ചൊല്ലി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ 2 റക്അത്ത് നമ്മൾ നിസ്കരിച്ചല്ലോ. ഈ നിസ്കാര ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യുക? അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ ചൊല്ലി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 3 തവണ ചൊല്ലിയതിനു ശേഷം കൈ ഉയർത്തിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ദുആ ദിക്റിനെ ആദ്യം ഒന്ന് ചൊല്ലുക. ഈ ദുആ ഒന്ന് പറയുക. ഏതാണ് ദുആ ഞാൻ പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം. ലാ ഇലാഹ, ഒന്നുകൂടെ ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അലീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചൊല്ലിയോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചൊല്ലിയതിനു ശേഷം അസ്അലുക മൂജിബാതി റഹ്മതിക് വഅസായിമ മഗ്ഫിറതിക് والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين. എളുപ്പമുള്ള ദുആ നമുക്ക് ചൊല്ലിയാൽ നോക്കി ചൊല്ലിയാൽ മതി. ഇതെന്ത് ചെയ്യാ? നോക്കി ചൊല്ലിയാൽ മതി. ഈ ദുആ ആദ്യം ഒന്ന് ചൊല്ലുക. ഈ ദുആ ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, എന്താണോ നമ്മുടെ ആവശ്യം, മുറാദ് എന്താണോ, അത് മലയാളത്തിൽ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചേക്കാം. നിങ്ങൾക്ക് അറിയുന്ന ഭാഷ മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, ഹിന്ദിയാണെങ്കിൽ ഹിന്ദി, എന്താണോ ഭാഷ അറിയുന്നത് ആ ഭാഷയിൽ റബ്ബിനോട് നിങ്ങൾ ചോദിക്കുക. അള്ളാഹുവേ, എൻ്റെ കടം നീ വീട്ടി തരണേ അള്ളാഹു എനിക്ക് ഇന്ന ഇന്ന കടങ്ങളുണ്ട്, ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇതൊക്കെ നീ എനിക്ക് വീട്ടി തരണേ. അതങ്ങോട്ട് റബ്ബിനോട് കരഞ്ഞ് നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വരാൻ സാധിക്കുമെങ്കിൽ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് കരയാൻ പറ്റുമെങ്കിൽ കരയാം, പറ്റിയില്ലെങ്കിലോ ഒന്ന് കരയുന്നത് പോലെ ആക്ഷനെങ്കിലും കാണിക്കാൻ. റബ്ബിന്റെ മുമ്പിലല്ലേ. അതുകൊണ്ടാണ് മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാനാണ് രാത്രി സമയം തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ആരുമില്ലാതെ ഏകനായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് റബ്ബിന്റെ മുമ്പിൽ ഒരല്പസമയം ഒന്ന് കരയാൻ നമുക്ക് പറ്റിയാൽ ആ കണ്ണീര് ഈ ദുനിയാവും ആഖിറവും മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണീരും നാളെ നരകത്തിന്റെ പുകയും തമ്മിൽ ചേരൂല. അതായത് ആ കണ്ണ് പിന്നെ നരകത്തിൽ പോകൂല. ആ കണ്ണിരിക്കുന്ന ഉടല്, ശരീരം നരകത്തിൽ തൊടൂല, തീ തൊടൂല അയാളായി. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അല്ലേ? റബ്ബിനെ തൊട്ട് റബ്ബിനെ പേടിച്ച് കരയാൻ, അള്ളാഹിന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കരയാൻ അള്ളാഹു ഭാഗ്യം നൽകുക. അപ്പൊ ഹാജത്ത് നിസ്കാരം സംശയമുള്ള ആളുകളുണ്ടാവും. ഏത് സമയത്ത് നിസ്കരിക്കേണ്ടത്? പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ പറ്റിയത് രാത്രി സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ്. ജമാഅത്തൊന്നും വേണമെന്നില്ല. ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ നിസ്കരിക്കാം. രണ്ടാമത്, ഹാജത്ത് നിസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? സാധാരണ സുന്നത്ത് പോലെയാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കുന്ന സമയത്ത് ഹാജത്ത് നിസ്കാരം നമ്മുടെ ഒരു ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിസ്കരിക്കുന്നതുകൊണ്ട് മുഴുവനായി പൂർണ്ണമായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സുന്നത്തും അങ്ങനെ തന്നെ നിസ്കരിക്കണം. പക്ഷേ ഹാജത്ത് നിസ്കാരം പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? എല്ലാ സുന്നത്തുകളും പരിഗണിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കാൻ, അതിൻ്റെ ഇടയിൽ ചെല്ലാൻ ശ്രമിക്കുക. ഇനി അതൊന്നും ചെല്ലാൻ അറിയില്ല എങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭയഭക്തിയോടെ, ഖുശൂഅോടെ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന നല്ല ബോധത്തോടുകൂടി കുറഞ്ഞ സമയം നിന്ന് നിസ്കരിക്കാൻ അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്യാം. ശേഷം ഈ ഒരു ദുആ നിർബന്ധമായും ഉറപ്പായി ചെയ്യുക. കാരണം എന്താ? ഈ ദുആ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് മഹത്തുക്കൾ പറയാൻ. അള്ളാഹുവിന് ഭയങ്കര പ്രിയമാണ് എന്ന്. കാരണം എന്താ? ആ ദുആഇനെ അള്ളാഹു തട്ടിക്കളയൂല. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും റബ്ബിനോട് ചോദിക്കാം. അള്ളാഹുവിനോട് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ. ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത, കമന്റുകളായി അയച്ച എല്ലാവർക്കും അള്ളാഹു ഖൈറ് നൽകട്ടെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കാറുണ്ട്. നിങ്ങളും നമുക്ക് വേണ്ടി ദുആരക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.